മിക്സ്ഡ് ഡിസൈനിന് നമ്മൾ ഉപയോഗിക്കുന്ന കോഡ് IS 10262/2009 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു കോൺക്രീറ്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഡിറ്റർമൈൻ ചെയ്യണം. M40 ആണ് നമുക്ക് വേണ്ട ഗ്രേഡ്. നമ്മൾ ഏതാണോ സിമെൻറ്റ് ഉപയോഗിക്കുന്നത് ആ സിമെൻറ്റ് നമ്മൾ നോട്ട് ചെയ്യണം. OPC 53 ഗ്രേഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് മിനിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എത്രയാണെന്ന് നോക്കുക. 20 mm ആണ് നമുക്ക് വേണ്ട മിനിമം സൈസ്. ഇനി അതിൻ്റെ എക്സ്പോഷർ കണ്ടീഷൻ മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, അതിൻ്റെ എക്സ്പോഷർ കണ്ടീഷനും കൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ സിവിയർ കണ്ടീഷൻ M40 ഗ്രേഡ് കോൺക്രീറ്റ്, OPC 53 ഗ്രേഡ് സിമെൻറ്റ്, 20 mm അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു മിക്സ് ഡിസൈന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ടേബിൾ 5 IS 456 റെഫർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഓഫ് സിവിയർ കണ്ടീഷൻ നമുക്ക് കിട്ടും. അതായത് 0.45 ആണ് അതിൻ്റെ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റും 320 kg/m³ ആണ് മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ്. നമുക്ക് ടേബിൾ 5 IS 456 നിന്ന് കിട്ടുന്ന വാല്യൂ ആണിത്. അതിനുശേഷം മെത്തേഡ് ഓഫ് കോൺക്രീറ്റ് കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മുടെ മെത്തേഡ് ഓഫ് കോൺക്രീറ്റ് പമ്പിംഗ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വർക്കബിലിറ്റി സ്ലം വാല്യൂ എത്രയാണെന്ന് നോക്കുക. സ്ലം വാല്യൂ 100 mm ആണ് നമ്മുടെ സ്ലം വാല്യൂ. അതോടൊപ്പം നമ്മൾ ഈ ഒരു മിക്സിൽ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ അഡ്മിക്സറായിട്ട് സൂപ്പർ പ്ലാസ്റ്റിസൈസറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു മിക്സ് ഡിസൈനിന് മുമ്പായിട്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. അത് ടെസ്റ്റ് ഓഫ് മെറ്റീരിയൽസാണ്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് 3.15 ആണ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അതുപോലെ രണ്ടാമത് നോട്ട് ചെയ്യേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് 2.74, അതുപോലെ ഫൈൻ അഗ്രിഗേറ്റ് 2.74. അതായത് നമ്മൾ ഇവിടെ ഈ മിക്സിന് ഏതാണോ കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് 2.74 നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കോഴ്സ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു 0.5% നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഫൈൻ അഗ്രിഗേറ്റിന് ഒരു 1% നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി ഫ്രീ സർഫസ് മോയ്സ്ചർ കോഴ്സ് അഗ്രിഗേറ്റിന് നില്ലാണ്, ഫൈൻ അഗ്രിഗേറ്റിനും നില്ലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സീവ് അനാലിസിസ് ചെയ്തിട്ട് ഫൈൻ അഗ്രിഗേറ്റ് സോൺ 3 വരുന്ന ഫൈൻ അഗ്രിഗേറ്റാണ് നമ്മൾ ഈ മിക്സിന് ഉപയോഗിക്കുന്നത്. അത് IS 383 നമ്മുടെ അഗ്രിഗേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, റെഫർ ചെയ്യാവുന്നതാണ്. മിക്സ് ഡിസൈൻ്റെ അടുത്ത സ്റ്റെപ്പ് ടാർഗറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ടാർഗറ്റ് സ്ട്രെങ്ത് ആണ് F'(CK) = FCK + 1.65S. ഈ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നമുക്ക് ടേബിൾ 1 IS 10262/2009 നിന്നും ഈ എസിൻ്റെ വാല്യൂ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ M40 5 ആണ് ടേബിൾ 1 നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ടാർഗറ്റ് സ്ട്രെങ്ത് 48.25 Nm/mm² എന്ന് കിട്ടും. മിക്സ് ഡിസൈൻ്റെ അടുത്ത സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. നമ്മൾ നേരത്തെ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.45 ആണെന്ന് ടേബിൾ 5 IS 456 നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.40 എന്ന് അഡോപ്റ്റ് ചെയ്യാം. ഈ 40 0.45 കഴിഞ്ഞും കുറവായിരിക്കും. അപ്പോൾ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ് ഈ 0.45 എന്ന് പറയുന്നത്. അടുത്തത് സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടൻ്റ് ആണ്. അതിനായിട്ട് നമ്മൾ ടേബിൾ 2 IS 10262 റെഫർ ചെയ്യുക. അപ്പം അത് ടേബിൾ 2 പറയുന്നത് ഫോർ 20 mm അഗ്രിഗേറ്റ് ആൻഡ് സ്ലംബ് 25 to 50 mm ആണ്. അതിന് 186 kg ആണ് വാട്ടർ കണ്ടൻറ്റ് പറയുന്നത്. അതോടൊപ്പം 3% ഫോർ എവറി അഡീഷണൽ 25 mm സ്ലംബ്. അപ്പോൾ ഓരോ 25 mm സ്ലംബ് കൂടുന്നതനുസരിച്ചും 3% വാട്ടർ കണ്ടൻറ്റ് കൂട്ടുക എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ലംബ് നമ്മൾ എടുത്തിരിക്കുന്നത് 100 mm ആണ്. അപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 186 പ്ലസ് അതിൻ്റെ 6%, ദാറ്റ്സ് 197 ലിറ്ററാണ് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസൈസർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വാട്ടർ എമൗണ്ട് 20% വരെ സൂപ്പർ പ്ലാസ്റ്റിസൈസർ കുറയ്ക്കും. അപ്പം നമുക്ക് നമ്മുടെ റിക്വയർഡ് വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ 1997 × 0.80, അതായത് 20% കുറച്ചിട്ടുള്ള വാല്യൂ, ദാറ്റ്സ് 157.60. അപ്പോൾ നമുക്ക് 158 ലിറ്ററിന് വാട്ടർ കണ്ടൻറ്റ് എടുക്കാൻ പറ്റും.
ഇനി അടുത്ത സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് സിമെൻറ്റ് കണ്ടൻറ്റ്. നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.40 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് സിമെൻറ്റ് കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 158 ലിറ്ററാണ്. അപ്പോൾ 158നെ 0.40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സിമെൻറ്റ് കണ്ടൻറ്റ് കിട്ടും. അതായത് 395 കിലോഗ്രാം പെർ എം ക്യൂബാണ് നമ്മുടെ സിമെൻറ്റ് കണ്ടൻറ്റ്. ഇത് നമ്മുടെ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് അതായത് 320 കിലോഗ്രാമിനെ കഴിഞ്ഞും കൂടുതലായതുകൊണ്ട് ഓക്കെയാണ്. നമുക്കിത് വെച്ച് ഫോളോ ചെയ്യാം. ഇനി അടുത്തത് പ്രൊപ്പോർഷൻ വോളിയം ഓഫ് അഗ്രിഗേറ്റ്സ്. നമ്മുടെ ടേബിൾ 3 ഫോർ സോൺ 3 ആൻഡ് 20 m അഗ്രിഗേറ്റ്സ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.50, 0.64 ആണ് നമ്മുടെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ്. ഇവിടെ നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.40 ആണ്. അതായത് 0.50ക്ക് 0.64 ആണ് അതിൻ്റെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ അഗ്രിഗേറ്റിൻ്റെ എത്രയാണോ കോഴ്സ് അഗ്രിഗേറ്റ് എന്നുള്ളൊരു റേഷ്യോ ആണ് കാണിച്ചിരിക്കുന്നത്. ആഡ് 0.01 ഫോർ എവറി റിഡക്ഷൻ ഓഫ് 0.05. അതായത് ഇവിടെ 0.40 ആണ്. അപ്പോൾ 2 പ്രാവശ്യം 0.05 റെഡ്യൂസ് ചെയ്യുന്നതാണ് 0.40 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ 0.01 2 പ്രാവശ്യം ഈ ഒരു റേഷ്യോയോട് ആഡ് ചെയ്യുന്നു. അതായത് 0.66 ആണ് അതിൻ്റെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ്. അതായത് ടോട്ടൽ അഗ്രിഗേറ്റിൻ്റെ എത്രയാണ് കോഴ്സ് അഗ്രിഗേറ്റ് എന്നുള്ള ആ ഒരു റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 0.66. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പമ്പബിൾ കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 10% കൂടെ നമ്മൾ കുറയ്ക്കണം. അതായത് നമ്മുടെ വോളിയം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ടോട്ടൽ അഗ്രിഗേറ്റിൻ്റെ എത്ര ആണെന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് 0.66നെ ഇൻറ്റു 0.9 കൊണ്ട് ഗുണിക്കുക. അതായത് 0.59 കിട്ടും. അതായത് 10% കുറച്ചിട്ടുള്ള വാല്യൂ ആണ് 0.59 എന്ന് പറയുന്നത്. ഇപ്പം വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ൽ നിന്ന് ഈ 0.59 കുറയ്ക്കുന്നതായിരിക്കും. അതായത് 0.59 കോഴ്സ് അഗ്രിഗേറ്റും 0.41 ഫൈൻ അഗ്രിഗേറ്റുമാണ് വരിക. അടുത്തതായി മിക്സ് കാൽക്കുലേഷൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് വോളിയം ഓഫ് കോൺക്രീറ്റ് 1 m³ ആണ്. ഇനി അതിനകത്ത് നമ്മൾ വോളിയം ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കും. സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മാസ് ഓഫ് സിമെൻറ്റ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് ഇൻറ്റു 1/1000. മാസ് ഓഫ് സിമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 395 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെൻറ്റ് നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ് 3.15 ഇൻറ്റു 1/1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോളിയം ഓഫ് സിമെൻറ്റ് കിട്ടും. അതേപോലെ വോളിയം ഓഫ് വാട്ടർ, അതായത് 158 നമ്മൾ വാട്ടർ അസ്യൂമല്ല നമുക്ക് വാട്ടർ കിട്ടിയിരിക്കുന്നു. അതിന് നമുക്ക് എത്ര വോളിയമാണ് വാട്ടർ എന്നുള്ളത് ഇൻറ്റു 1/1000 ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അതോടൊപ്പം സൂപ്പർ പ്ലാസ്റ്റിസൈസറിൻ്റെ വോളിയം 2% ബൈ മാസ് ഓഫ് സിമെൻ്റ് ആണ് നമ്മൾ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുന്നത്. അതായത് 7.9 ആണ് ഇപ്പം 2%. അതായത് 395ൻ്റെ 2% 7.9 വരും. 1.145 അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. ഇൻറ്റു 1/1000 ചെയ്യുമ്പം സൂപ്പർ പ്ലാസ്റ്റിസൈസറിൻ്റെ വോളിയം നമുക്ക് കിട്ടും. അതോടെ വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ വോളിയം ഓഫ് കോൺക്രീറ്റിൽ നിന്ന് വോളിയം ഓഫ് സിമെൻറ്റ്, വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഇത് മൂന്നുകൂടെ കുറച്ചാൽ മതിയാകും. അതായത് 0.710 ആണ് ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ഇനി മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് അഗ്രിഗേറ്റിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 0.59 എന്ന് പറയുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ വാല്യൂ ഉണ്ട്, റേഷ്യോ വാല്യൂ, അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് 0.710 ഇൻറ്റു 0.41 ഇൻറ്റു അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000. ഇതാണ് മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ നമുക്ക് മിക്സ് പ്രൊപ്പോർഷൻ ഫോർ ട്രയൽ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിമെൻറ്റിൻ്റെ മാസ് കിട്ടി, അതോടെ വാട്ടറിൻ്റെ കിട്ടി, ഫൈൻ അഗ്രിഗേറ്റിൻ്റെ കിട്ടി, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ കിട്ടി, അതുപോലെ അഡ്മിക്സറിൻ്റെ കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ മിക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ട്രയൽ 1ന് വേണ്ടിയിട്ടുള്ള മിക്സ് ഡിസൈനാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 2 more ട്രയൽസ് ഹാവിങ് വേരിയേഷൻ ഓഫ് 10% വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ മിക്സിൽ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതേപോലെ ഓരോ കോൺക്രീറ്റിൻ്റെയും, അതായത് നമ്മുടെ റിക്വയർഡ് എത്രയാണോ നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് അതനുസരിച്ചിട്ടുള്ള ഡിസൈൻ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്.